വിഭാഗീയതയെ തുടർന്ന് ഭരണം നഷ്ടപ്പെട്ട മലപ്പുറം കോട്ടക്കലിൽ CPM കൗൺസിലറുടെ പിന്തുണയോടെ ഭരണം തിരികെ പിടിച്ച് മുസ്ലിം ലീഗ്. 7-നെതിരെ 20 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഡോക്ടർ കെ ഹനീഷയെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തു. 9 സീറ്റുള്ള CPM-ലെ അഡാട്ടിൽ റഷീദ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നപ്പോൾ ഫഹദ് നരിമടക്കലിന്റെ വോട്ടാണ് ഹനീഷയ്ക്ക് ലഭിച്ചത്. ചെരട മുഹമ്മദ് അലിയാണ് വൈസ് ചെയർമാൻ. വിഭാഗീയതയെ തുടർന്ന് ഭരണം അട്ടിമറിച്ച CPM-ന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. CPM കൗൺസിലറുടെ പിന്തുണയോടുകൂടിയാണ് കോട്ടക്കൽ നഗരസഭയിൽ ഭരണം തിരികെ പിടിച്ചിരിക്കുന്നത്. 7-നെതിരെ 20 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡോക്ടർ കെ ഹനീഷയുടെ വിജയം. 9 സീറ്റുള്ള CPM-ലെ ഡിവിഷൻ 9-ലെ കൗൺസിലർ ഫഹദ് നരിമടക്കലിന്റെ വോട്ടാണ് ഹനീഷയ്ക്ക് ലഭിച്ചത്. ഡിവിഷൻ 1-ലെ കൗൺസിലർ അഡാട്ടിൽ റഷീദ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതും CPM-ന് തിരിച്ചടിയായി. ഡിവിഷൻ 15-ലെ ചെരട മുഹമ്മദ് അലിയാണ് വൈസ് ചെയർമാൻ. ടൗൺ വാർഡ് ഉൾപ്പെടുന്ന ഡിവിഷൻ 3-ലെ കൗൺസിലറായ ഹനീഷ നിലവിൽ സ്ഥിരം സമിതി അധ്യക്ഷയാണ്. ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്തായിരുന്നു വരണാധികാരി. M47 കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് അല്പസമയം മുമ്പ് കഴിഞ്ഞു. 27 ആളുകളാണ് മെമ്പേഴ്സാണ് പങ്കെടുത്തത്. അതിൽ 2 പേർ സ്ഥാനത്തിനു വേണ്ടി പ്രപ്പോസ് ചെയ്തു. അതിൽ ഡോക്ടർ അനീഷയാണ് 3-ാം വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് 32-ാം വാർഡിലെ സനീല എ എന്നവരുമായിരുന്നു. 27 പേര് വോട്ട് ചെയ്തതിൽ 20 വോട്ട് ലഭിച്ച് ഡോക്ടർ അനീഷ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കോട്ടക്കൽ നഗരസഭ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ അനീഷ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇനിയുള്ള 2 വർഷം എല്ലാവരെയും ചേർത്ത് പിടിച്ച് കോട്ടക്കലിന് പുതിയ വികസന മുഖം നൽകുമെന്ന് ഡോക്ടർ ഹനീഷ പറഞ്ഞു. നമുക്ക് ഇനി വെറും 2 വർഷം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് തീർച്ചയായിട്ടും ഒരുപാട് ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ്. കാരണം എല്ലാ സപ്പോർട്ടും ഇപ്പം നമുക്ക് കണ്ടറിയാം. 19 കൗൺസിലർമാരാണ് ലീഗിന്റെ കൗൺസിലർമാരാണെങ്കിൽ 20 ആളെ വോട്ട് കിട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പിന്തുണ നമുക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറം 32 വാർഡിലെ ജനങ്ങളും നമ്മളോട് കൂടെ ഉണ്ട്. അപ്പോൾ വ്യക്തമായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യും, അത് നടപ്പാക്കും. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ പദ്ധതികൾ നമുക്ക് മാക്സിമം എക്സ്പെൻഡിച്ചർ ആക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് തന്നെ നമുക്ക് അടുത്ത വർഷത്തെ പദ്ധതി ആസൂത്രണം ചെയ്യണം, നിർവഹിക്കണം. ആ ആസൂത്രണത്തിൽ തീർച്ചയായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകിയിട്ടൊക്കെയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കും. കാരണം ഒറ്റയ്ക്കുള്ള പ്രയാണമല്ല, ഇതൊരു കൂട്ടായിട്ടുള്ള പ്രയാണമാണ്. അത് തീർച്ചയായിട്ടും കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ 32 വാർഡിനും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ തന്നെയായിരിക്കും. കോട്ടക്കൽ അൽഷാഫി ഡയറക്ടർ കൂടിയായ ഹനീഷ 2010-ൽ നഗരസഭാ അധ്യക്ഷയായിരുന്ന TV സുലൈഖാബിയുടെ മകളാണ്. മാധവന് പിന്നാലെ മകളും അധ്യക്ഷ പദവി അലങ്കരിക്കുന്നുവെന്നതും കോട്ടക്കലിന്റെ ചരിത്രമായി. തെരഞ്ഞെടുപ്പിന് പിന്നാലെ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ആഹ്ലാദ പ്രകടനവും കരിമരുന്ന് പ്രയോഗവും നടന്നു. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു വോട്ടെടുപ്പ് നടപടികൾ. മുസ്ലിം ലീഗ് നേതാക്കളായ അബ്ദുറഹ്മാൻ രണ്ടത്താണി, KM ഗഫൂർ, P ഉസ്മാൻകുട്ടി, KK നാസർ തുടങ്ങി നിരവധി പേരാണ് സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തിയിരുന്നത്. മലബാർ ടൈംസ്, കോട്ടക്കൽ.